രോഹിത്, ഇന്ന് നമ്മൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ തുടക്കത്തിൽ കേട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ചെയ്തു. അദാനി കമ്പനി MSCയുമായി നടത്തിയ ഓഹരി കൈമാറ്റം അത് അന്യായമായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് VD സതീശൻ തന്നെ സമ്മതിക്കുന്നു. അതായത് പാർട്ടി തന്നെ സമ്മതിക്കുകയാണ്, ആ ഡീൽ ശരിയായിരുന്നില്ല, ആ കൈമാറ്റം ശരിയായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? സെബിക്ക് കത്ത് നൽകുക എന്നുള്ളതാണ്. സെബിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നു, സർക്കാരിനെ അറിയിച്ചില്ല എന്ന് VD സതീശൻ നിയമസഭയിൽ പറയുകയും ചെയ്തു. ഒരു സർക്കാർ എന്ന രീതിയിൽ ചെയ്യേണ്ടിയിരുന്നത് സെബിക്ക് കത്തയക്കുക എന്നതാണ്. ഈ കരാർ നിയമലംഘനമാണ്, അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊരു കത്ത് സെബിക്ക് നൽകേണ്ടിയിരുന്നു, പക്ഷെ നൽകിയില്ല. അവിടെയാണ് കേരളത്തോട് താല്പര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി പൊതുജന മധ്യത്തിൽ നാണം കെടുന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം? എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ കഴിയും രോഹിത്തെ? നിങ്ങളുടെ ഇൻട്രോയിൽ പറയുന്ന രീതിയിൽ ഒരു നാണംകെടലും ഏതായാലും കേരളത്തിലെ സർക്കാർ അനുഭവിക്കുന്നില്ല എന്നത് ആദ്യമായി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് സംശയങ്ങൾ സംശയമായിട്ട് തന്നെ അവസാനിക്കും, ഒരു സത്യവും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഈ വിവാദം നടക്കുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പോകണം. ഇവിടെ മെയ് 4-ാം തീയതിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത്. ഈ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ലല്ലോ കേരളത്തിൽ LDFൻ്റെ സർക്കാരാണോ UDFൻ്റെ സർക്കാരാണോ അധികാരത്തിൽ വരിക, അതിലാരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പ് നിശ്ചയിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ യാതൊരു ധാരണയുമില്ല. അതിന് മെയ് 4-ന് ശേഷം മെയ് 18-ാം തീയതിയാണ് UDFൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുന്നതും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തിൽ UDFൻ്റെ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയമെടുത്തു. അതിനുശേഷം വകുപ്പ് വിഭജനം നടന്നു, മന്ത്രിമാർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ ഏകദേശം 47 ദിവസമാണ് ഇന്ന് കേരളത്തിൽ UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്. ഞാൻ പൂർത്തീകരിക്കാൻ എനിക്ക് സമയം തരണം. ഈ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സെബിക്ക് കത്ത് നൽകുന്നത് എന്നാണ് ജൂൺ 29-ാം തീയതിയാണ്. നമ്മൾ ഇത്തരത്തിലൊരു ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ അറിയുന്നത് എന്നാണ് ജൂൺ 30-ാം തീയതിയാണ്. അപ്പോൾ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ 27,000 കോടി മൂല്യം വില വരുന്ന അല്ലെങ്കിൽ വിലയിരുത്തിയ ആ പോർട്ടിന് അതിൻ്റെ 49% വരുന്ന 13,270 കോടി രൂപയുടെ ഓഹരി കൈമാറ്റം രണ്ട് കമ്പനികൾ തമ്മിൽ ഈ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ നടത്തിയെന്ന് ഈ കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരായ മനുഷ്യർക്ക്, കോമൺ സെൻസുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായിരുന്നു ഈ കൈമാറ്റങ്ങൾ മുഴുവൻ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ നടന്നത് LDFൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ്. ആ അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? നിയമമന്ത്രിക്ക്, ധനകാര്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? 47 ദിവസത്തിൻ്റെ ഉള്ളിലാണോ ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ഓഹരി കൈമാറ്റം നടന്നത് എന്ന് കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, ഇനി ഈ വിവാദം വന്നു, ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി. ഞങ്ങൾ UDFൻ്റെ സർക്കാർ പറഞ്ഞു വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം രോഹിത്തെ, 47 ദിവസമാണല്ലോ. 47 ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ, 47 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു 3 മാസം ഞങ്ങളൊന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് പിന്നാലെ ഈ ഓഹരി കൈമാറ്റം നടന്നില്ല. ഓഹരി കൈമാറാൻ സെബിക്ക് കത്ത് കൊടുക്കുകയാണ് ജൂൺ 29-ന്. എങ്ങനെയാണ് ഒരു സർക്കാർ മാറിക്കഴിയുമ്പോൾ ഇതുവരെ അടങ്ങിയിരുന്ന അദാനിക്ക് ആ കത്ത് കൊടുക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD എടുത്തു മാറ്റുന്നത്? എങ്ങനെയാണ് ഈ മംഗലാപുരം യാത്ര എന്ന് പറയുന്നതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി നിന്ന് പരുങ്ങുന്നത്? ഇനി പറയുന്നത് എന്താണ്? ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, അവിടെ നിന്ന് നിയമസഭയിൽ നിന്ന് പറയുകയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. ഏത് കാര്യത്തെക്കുറിച്ച്? വിഴിഞ്ഞം എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു കരാർ സംസ്ഥാന സർക്കാർ. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് രോഹിത്, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഈ അദാനിയുടെ സ്വത്താണെന്നുള്ളത്. സർക്കാരിൻ്റെ സ്വത്താണ്. 61% ഓഹരി സർക്കാരിൻ്റെയാണ്. അങ്ങനെയുള്ള ഈ കമ്പനിയുടെ, ഈ വിഴിഞ്ഞത്തിൻ്റെ ഓഹരി പോയത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ പണിക്ക് കൊള്ളുന്ന ആളല്ല VD സതീശൻ, അല്ലെങ്കിൽ
ഈ ജനത്തെ മൊത്തം പറ്റിക്കുകയാണ് വി ഡി സതീശൻ. ആ രണ്ട് കാര്യങ്ങളാണ്. 47 ദിവസം കൊണ്ട് ചെയ്തു എന്നല്ല പറഞ്ഞത്, 47 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം കണ്ട് ആ വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്തിരുന്നാൽ വീണ്ടും മദ്യനികുതി അടക്കമുള്ള വിഷയങ്ങൾ അത് നമുക്ക് വേറൊരു വിഷയത്തിൽ ചർച്ച ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണ്? വിഴിഞ്ഞം കരാറിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് സഭയ്ക്ക് കത്തയക്കേണ്ടി വരുന്നു? നിങ്ങളല്ലേ കത്തയക്കേണ്ടിയിരുന്നത്? അതെന്ത് വൈകി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ. അല്ല, ഇതിൻ്റെ ചർച്ചകൾ നമ്മൾ ഇന്നലെയും നടത്തി നാളെ നടത്താൻ പോവുകയാണല്ലോ. വളരെ കൃത്യമാണ്. 47 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന ഒരു ഓഹരി കൈമാറ്റമല്ല ഇവിടെയുള്ളത്. ഇത് LDF സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അദാനി പിണറായി ഡീൽ അന്ന് നടന്നു എന്ന് ഞങ്ങളും ആരോപിക്കേണ്ടി വരും. അന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ UDFൻ്റെ സർക്കാർ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താണ്? കേരളത്തിൻ്റെ നിയമസഭകത്ത് കൃത്യമായി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിവില്ല. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു അറിവില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഓഹരി കൈമാറ്റം സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്താൻ പറ്റില്ല എന്നുള്ള കൃത്യമായ നിലപാട് ഈ ഒരു മൈക്ക് കെട്ടി പ്രസംഗിക്കുകയല്ലല്ലോ ചെയ്തത്. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തുന്ന സഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു എംപവേർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. രോഹിത്, ഞാനൊരു കാര്യം പറഞ്ഞു. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞ് മനുഷ്യനെ ചിരിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എംപവേർഡ് കമ്മിറ്റി ചീഫ് സെക്രട്ടറി, തുറമുഖ സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി ആരാണ് കൈകാര്യം ചെയ്തത്?